ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പതിവില്ലാതെ എല്ലാവരും വീട്ടിലോട്ട് വന്ന് മച്ചായി അമ്മവും പൊന്നും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇക്കാനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഇക്കയാണ് ഒരു ലോഡ് കടിയും വാങ്ങിച്ചുകൊണ്ട് വന്ന് ചായക്ക്. എനിക്ക് അമ്മൂനാണ് ജിമ്മിൽ പോകുന്നതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെ കഴിക്കാതിരിക്കാന്ന് വിചാരിച്ച് ഒന്ന് രണ്ടെണ്ണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കും അമ്മൂനും നല്ല BCODയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ചിക്കനും മുട്ടയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് തിങ്കളാഴ്ച തൊട്ട് ഫുഡ് ചാർട്ട് തരാം, അതുവരെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളാം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊന്നിന് ട്യൂഷൻ ഉള്ളതുകൊണ്ട് പൊന്നു പോയിട്ടുണ്ടായിരുന്നു നേരത്തെ വീട്ടിൽ. ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പോയി ഒരു ഉപ്പിട്ട സോഡാ നാരങ്ങയും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ലീവ് കിട്ടുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഒന്ന് പോയി കാലൊക്കെ നനച്ചിട്ട് വരും പെട്ടെന്ന്. അങ്ങനെ ഞങ്ങൾ 4 പേര് മാത്രമേ ബീച്ചിലോട്ട് വന്നിട്ടുള്ളൂ. ഞാനും മച്ചായും ഉമ്മവും ഇക്കായും മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. എൻ്റെ ഇക്ക നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടോ. അങ്ങനെ കുറച്ച് നേരം പിള്ളേരൊക്കെ അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയി കുറച്ച് ജോലിയൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് തട്ടുകടയിൽ പോയി ഫുഡ് കഴിക്കാമെന്ന്. സാധാരണ ഞങ്ങൾ മീറ്റപ്പാണ് വെക്കാറ്. കഴിഞ്ഞ മീറ്റപ്പിന്റെ വീഡിയോ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് അത് ഇടാത്തത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2-3 കടകളിൽ പോയി. അവിടെയൊക്കെ ഫുഡ് തീർന്നു, കാരണം രാത്രി 10 മണി ആകാറായിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും മന്തിയും ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ഇന്ന് തട്ടുകടയിൽ പോയി ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് 3 സെറ്റ് ചിക്കൻ, ബീഫ്, പോട്ടി, പൊറോട്ട, ഇടിയപ്പം അങ്ങനെയൊക്കെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കും അമ്മൂനും അങ്ങനെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇടിയപ്പമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ വേറെ ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഒരു ചെറിയ പീസ് ചിക്കൻ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന്. കാരണം രാത്രി 12 മണിക്ക് ഞങ്ങളുടെ മെസ്സിയുടെ കളിയുണ്ട്. 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും സംസാരിച്ചിരുന്ന് 12 ആകാറായപ്പോഴാണ് കളി തുടങ്ങിയത്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, കാരണം കുറേ നേരം എടുത്തൊന്ന് ഗോൾ അടിക്കാനായിട്ട്. ഒത്തിരി നേരം എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കണ്ണൊക്കെ കൂടെ ഇങ്ങനെ ചുമന്ന് വന്നു, കാരണം ഉറക്കം വന്നിട്ട് ഒട്ടും വയ്യായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചു എഴുന്നേറ്റുണ്ടായിരുന്നു. ഇച്ചുവിനെ ഉറക്കാൻ പോയ സമയത്ത് ഞാൻ അറിയാതെ ഇച്ചുവിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് വെളുപ്പിന് 3 മണിക്കാണ്.